സ്മാരകത്തിന്റെ ഉദ്ഘാടനം എവിടം വരെയായി കാര്യങ്ങൾ നോക്കാം. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന് തത്സമയം. ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാട്. ഇന്ന് ബോംബാണ് വിഷയം. ഒരു യമണ്ടൻ ബോംബ് കഥയിലേക്ക് അർജുൻ കല്യാടിനും സ്വാഗതം. തീർച്ചയായിട്ടും സുജിയ, യമണ്ടൻ ബോംബ് കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് കണ്ണൂരിൻ്റെ മണ്ണ് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കണ്ണൂരിൽ CPM-ഉം കോൺഗ്രസും BJP-യും എല്ലാവരും ഒരുപോലെ ബോംബ് ഉൽപ്പാദിപ്പിച്ച് അത് പ്രയോഗിച്ചിട്ടുള്ള ഒരു നാട് കൂടിയാണ് കണ്ണൂരിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നതും അതുതന്നെയാണ്. കണ്ണൂരിൽ 2015 ജൂൺ മാസം 6-ാം തീയതി ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 2 പേർ, സുബീഷും ഷൈജും. അവർക്കാണ് ഇപ്പോൾ CPIM-ൻ്റെ നേതൃത്വത്തിൽ CPM-ൻ്റെ നേതാക്കൾ തന്നെ അല്ലെങ്കിൽ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് പാർട്ടി സ്മാരക മന്ദിരം ഒരുക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 5 മണിയോടുകൂടി ബഹുജന പ്രകടനത്തോടെ വലിയ രക്തസാക്ഷി പരിപാടികളെല്ലാം നടക്കുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രകടനവും പൊതുയോഗവും എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നത്. നേരത്തെ നമ്മുടെ ഈ ഇതിനു മുമ്പുള്ള പാക്കേജിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഒരു ഉദാഹരണം മാത്രമല്ല, നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഈ കണ്ണൂരിൽ വിവിധ രാഷ്ട്രീയ പ്രധാനമായും CPIM-ഉം BJP-യുമാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ടവർക്ക് സ്മാരക മന്ദിരം ഒരുക്കിയിട്ടുള്ളത്. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പാർട്ടി ഒരു മൃദു സമീപനം പലപ്പോഴും സ്വീകരിക്കുന്നെങ്കിൽ കൂടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തുന്നു എന്നത് പ്രത്യേകതയാണ് ഈ പാനൂരിലെ തെക്കുമുറിയിൽ നടക്കുന്ന ഈ രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിലുള്ളത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, കുടിയാൻമലയിൽ ഇപ്പോഴും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്, പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ പേര് എന്ന് പറയുന്നത് സതീശൻ അതുപോലെ തന്നെ പ്രകാശൻ എന്നിവർ ബോംബ് സ്ഫോടനത്തിനിടയിൽ കൊല്ലപ്പെട്ടുള്ള 2 പേരുടെ പേരിലാണ് ആ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോലും നിലവിലുള്ളത്. അതുപോലെ തന്നെ പൊയിലൂർ, പാനൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയുള്ള സ്മാരക മന്ദിരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നിരുന്നാൽ കൂടി ഇത് ഇപ്പോഴും തുടരുന്നു. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം, ഇതെല്ലാം അക്രമികൾക്കും ഇതിലെല്ലാം ഈ അക്രമ കൃത്യങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്തവർക്കും പരസ്യമായി അവരെ ഒരുപക്ഷെ തള്ളിപ്പറയുമെങ്കിൽ കൂടി അതിനുശേഷം ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി നൽകുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വിവാഹ സൽക്കാരത്തിൽ പോലും CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗം, ആ ഘട്ടത്തിൽ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള AN ഷംസീർ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. അതിൽ ഒരു കുടുംബാംഗത്തെ പോലെ അവരെല്ലാം ആ കല്യാണത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം. അതിന് പുറമെ ഷുഹൈബ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആകാശ് ചില്ലങ്കേരിക്ക് ആ ഘട്ടത്തിൽ, ഇപ്പോൾ ആകാശ് ചില്ലങ്കേരിയെ പാർട്ടി തള്ളിപ്പറയുക, അത് പാർട്ടിക്കൊരു തലവേദനയായി മാറിയപ്പോൾ മാത്രമാണ് ആകാശ് ചില്ലങ്കേരിയെയും അർജുൻ ആയങ്കയെയും ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ പാർട്ടി തള്ളിപ്പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഇവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആളും അർത്ഥവും ആയുധവും എത്തിച്ചു നൽകുന്നത് പാർട്ടി ബന്ധത്തിലൂടെ തന്നെയാണ്, പാർട്ടി നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കൃത്യമായ തോതിൽ ഒരു ഇടപെടൽ, പാർട്ടി ഒരു മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അർജുൻ കല്യാട്, കണ്ണൂരിൽ കാറ്റാഞ്ഞു വീശുകയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ കാറ്റ് തങ്ങൾക്ക് അനുകൂലമായി വീശുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആളെ കൊന്നും ആളെ കൂട്ടിയും ആയുധമെടുപ്പിച്ചും തങ്ങളുടെ ഭാഗം ജയിപ്പിക്കാനായുള്ള പോരാട്ടം, അത് ബോംബുകൾ തുടർച്ചയായി പൊട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.